ഇന്ത്യയിൽ നിന്ന് H-1B വിസ സ്റ്റാമ്പിങ്ങിന് അപേക്ഷിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇപ്പോൾ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. US കോൺസുലേറ്റുകൾ വിസ ഇൻ്റർവ്യൂ അപ്പോയിൻമെൻറ്റുകൾ 2027 മാറ്റിവെക്കുന്നത്. തുടക്കത്തിൽ ചെറിയ കാലതാമസം എന്ന് കരുതിയ ഇത് ഇപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. 2026 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഇൻ്റർവ്യൂവിന് അപ്പോയിൻമെൻറ്റ് ലഭിച്ച അപേക്ഷകർക്ക് ജനുവരി 22 ഇമെയിലുകൾ ലഭിച്ചു തുടങ്ങി. ഈ ഇമെയിലുകളിൽ പറയുന്നത് ബയോമെട്രിക് കോൺസുലർ അപ്പോയിൻമെൻറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ്. ചില കേസുകളിൽ ഇത് 14 മാസത്തിൽ കൂടുതൽ വൈകുന്നുണ്ട്. ഈ കാലതാമസം തുടങ്ങിയത് 2025 ഡിസംബറിലാണ്. അന്ന് ഡിസംബറിൽ നിശ്ചയിച്ചിരുന്ന ഇൻ്റർവ്യൂകൾ മാർച്ച് 2026 മാറ്റി. ഇത് താൽക്കാലികമാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഇത് ഒക്ടോബർ 2026 ഇപ്പോൾ 2027 മാറ്റിയിരിക്കുന്നു. 2026 തുടക്കത്തിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ച പലർക്കും ഇപ്പോൾ അത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് 2027 മാറ്റിവെച്ചിരിക്കുന്നത്. ദി വിസ കോഡ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകരായ ജ്ഞാനമൂക്കൻ സെന്തുർജ്യോതിയും വീണ വിജയ അനന്തും ഈ വിസ ഇൻ്റർവ്യൂ കാലതാമസം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് വിശദീകരിക്കുന്നുണ്ട്. പുതിയ ഓൺലൈൻ സംവിധാനങ്ങളും സോഷ്യൽ മീഡിയ പരിശോധനകളും എങ്ങനെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൂട്ടത്തോടെ ഇൻ്റർവ്യൂ മാറ്റിവെക്കാൻ കാരണമാകുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തതയില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് കൂട്ടത്തോടെ റദ്ദാക്കുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. മാറ്റിവെച്ച അപ്പോയിൻമെൻറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് ഒരു പ്രത്യേക പാറ്റേൺ കണ്ടെത്താനും സാധിക്കുന്നില്ല. ചില അപേക്ഷകർക്ക് 2025 ഡിസംബർ ജനുവരി മാസങ്ങൾ നിശ്ചയിച്ചിരുന്ന വിസ അപ്പോയിൻമെൻറ്റുകൾക്ക് പോകാൻ സാധിച്ചിരുന്നു. ഫെബ്രുവരി 2026 അപ്പോയിൻമെൻറ്റ് ഉള്ളവർക്കും ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് സെന്തുർജ്യോതിയും വീണ വിജയ അനന്തും പറയുന്നത്. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പൂർണ്ണമല്ലാത്തതോ സ്വകാര്യമായി വെച്ചിരിക്കുന്നതോ ആണെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് കാലതാമസം കൂട്ടും. ഇത് ആഴ്ചകളോളം നീണ്ടു നിൽക്കാം. ചില അപേക്ഷകർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് മാറ്റിവെക്കുന്നതെന്ന് അധികൃതരിൽ നിന്ന് വ്യക്തമായ വിശദീകരണം ലഭ്യമല്ലെന്ന് ദി വിസ കോഡ് സ്ഥാപകനായ ജ്ഞാനമൂക്കൻ സെന്തുർജ്യോതി പറയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ H-1B H-4 വിസയുള്ളവർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന ചോദ്യത്തിന് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പബ്ലിക്കാക്കി വെക്കണമെന്നാണ് അവർ പറയുന്നത്. ഫോം DS-160 അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പൂർണ്ണമായി പൂരിപ്പിച്ച DS-160 ഫോം ഉപയോഗിച്ച് മാത്രമേ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പാടുള്ളൂ. വിസ അപേക്ഷാ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് അപ്പോയിൻമെൻറ്റ് വരെ കാത്തിരിക്കാതെ DS-160 പൂർത്തിയാക്കണം. DS-160 ഫോമിലെ ചെറിയ സാങ്കേതിക പിഴവുകൾ പോലും ഇപ്പോൾ വലിയ കാലതാമസം അപ്പോയിൻമെൻറ്റ് മാറ്റിവെക്കുന്നതിനോ കാരണമാകുമെന്ന് ദി വിസ കോഡ് സ്ഥാപകയായ വീണ വിജയ അനന്ത് കൂട്ടിച്ചേർക്കുന്നു. ഇതിനോടകം യാത്ര ചെയ്ത് വിസ അപ്പോയിൻമെൻറ്റ് മാറ്റിവെച്ചതുകൊണ്ട് വിദേശത്ത് കുടുങ്ങിയവർക്ക് US എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന ചോദ്യത്തിന് അടിയന്തര ബിസിനസ് യാത്രയോ മാനസിക പരിഗണനയോ ഉള്ള അപേക്ഷകർക്ക് കോൺസുലാർ പോസ്റ്റിൽ നിന്ന് അടിയന്തര അപ്പോയിൻമെൻറ്റ് അഭ്യർത്ഥിക്കാം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് 2 തവണ അടിയന്തര അഭ്യർത്ഥന നടത്താൻ അർഹതയുണ്ട്. ആദ്യത്തെ അഭ്യർത്ഥന ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇത് അംഗീകരിക്കപ്പെട്ടാൽ നേരത്തെ മാർച്ച് 2026 ലഭ്യമായിരുന്ന ഇൻ്റർവ്യൂ തീയതികൾക്ക് പകരം ഏപ്രിൽ 2026 തീയതികൾ ലഭ്യമാകും. ഇത് മെയ് 2026 അല്ലെങ്കിൽ 2027 മാസത്തിലേക്ക് മാറ്റിവെച്ച അപ്പോയിൻമെൻറ്റുകളേക്കാൾ വളരെ നല്ലതാണ്. ഒന്നിലധികം യോഗ്യതാ കാരണങ്ങളുള്ളവർ അവരുടെ വിസ വിഭാഗത്തിന് ഏറ്റവും ശക്തമായ കാരണം ഏതാണോ അത് ആദ്യം പരിഗണിക്കണം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിക്കരുത്. 2 അടിയന്തര അപ്പോയിൻമെൻറ്റ് അഭ്യർത്ഥനകളും ഇതിനോടകം ഉപയോഗിച്ചവർ നിലവിലുള്ള മാറ്റിവെച്ച അപ്പോയിൻമെൻറ്റ് റദ്ദാക്കാൻ ശ്രമിക്കരുത്. ഇത് 2026 2027 ഉള്ളതാണെങ്കിൽ പോലും സാധാരണ വിസ അപ്പോയിൻമെൻറ്റുകൾ ഇപ്പോൾ ലഭ്യമല്ല. അവ എന്ന് പുനരാരംഭിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഇത്തരം മാറ്റങ്ങളാൽ ബാധിക്കപ്പെട്ട H-1B H-4 അപേക്ഷകർക്ക് എമർജൻസി അപ്പോയിൻമെൻറ്റുകൾ, മാനുഷിക അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ കോൺഗ്രഷൻ സഹായം എന്നിവ പ്രായോഗികമായി ഫലപ്രദമാണോ എന്ന ചോദ്യത്തിന് കോൺഗ്രഷണൽ സഹായം ഈ വിഷയങ്ങളിൽ ഫലപ്രദമാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും അടിയന്തര അപ്പോയിൻമെൻറ്റ് അഭ്യർത്ഥനകൾ ഓരോ കേസും പരിഗണിച്ച് അംഗീകരിക്കുന്നുണ്ട്. അടിയന്തര ബിസിനസ് യാത്രകളുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഞങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മാനുഷിക പരിഗണനകളിൽ ചില കേസുകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2025 ഡിസംബർ മുതൽ ഈ രീതി തുടരുന്നതിനാൽ ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ H-1B പ്രൊഫഷണലുകൾ എന്ത് യാത്രാ വിസ ആസൂത്രണ ഉപദേശങ്ങൾ പാലിക്കണമെന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര യാത്രകൾ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. യാത്ര ചെയ്യുകയും വിസ കാലതാമസം കാരണം ഇന്ത്യയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്ന അപേക്ഷകർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിരിച്ചുവിടലുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ദീർഘകാലം വിട്ടുനിൽക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു പുതിയ തൊഴിലുടമയ്ക്ക് പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ $1,00,000 സർചാർജ് നൽകേണ്ടി വരും. അപേക്ഷകർക്ക് കാലക്രമേണ US കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരുടെ കരിയർ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വീടുകൾ എന്നിവയെല്ലാം അപകടത്തിലാകാം. ഇന്നത്തെ അപകടങ്ങൾ വിസ കാലതാമസത്തിനപ്പുറം പോകുന്നു.
ഒരു മാറ്റിവെച്ച അപ്പോയിൻമെൻറ്റ് വർഷങ്ങളുടെ പ്രൊഫഷണൽ വ്യക്തിഗത പുരോഗതിയായി താളം തെറ്റിക്കാൻ കഴിയും. അഭിഭാഷക വീണാനന്ദ് കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെയാണ്. H1B വിസ സ്റ്റാമ്പിംഗ് ഇന്ത്യയിൽ അപേക്ഷിക്കുന്ന പ്രൊഫഷണലുകൾക്ക് ഇപ്പോൾ നേരിടുന്ന കാലതാമസം വളരെ ഗൗരവമുള്ളതാണ്.